ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. നമ്മൾ യൂണിക്കോൺ ജന സർവീസായിട്ട് എഴുതിയിട്ടുണ്ട്. സർവീസിൻ്റെ ഭാഗമായിട്ടുള്ള എൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബ്രേക്ക് ലൈനർ കമ്പനി ലൈനർ കിടക്കണേ. അത്യാവശ്യം കുറച്ച് ഒരു സർവീസും കൂടി നമുക്ക് ഉപയോഗിക്കാനുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരല്പം കൂടി തീരാനുണ്ട്. നമുക്ക് ക്യാമ തിരിച്ചിട്ടാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സർവീസും കൂടി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം. അടുത്തതിൽ നമുക്ക് ബ്രേക്സ് മാറേണ്ടി വരും കേട്ടോ. അത്യാവശ്യം നമുക്ക് ടയറിൻ്റെ കണ്ടീഷൻ ആവറേജ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ചെയിൻ ചെറുതായിട്ട് ലൂസ് ഉണ്ട്, നമുക്ക് ടൈറ്റ് ചെയ്ത് വിടാം. പിന്നെ അതേപോലെ എയർ ഫിൽറ്റർ, ബാറ്ററി ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യാനുണ്ട്. ബാറ്ററി നമുക്കിത് ഇരിക്കുന്നത് 2023 മോഡൽ ബാറ്ററിയാണ്. നമ്മളതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ 12.95 റേഞ്ചിൽ വോൾട്ട് കിട്ടുന്നുണ്ട്. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ നിലവിൽ അതിൻ്റെ വാല്യൂസായിട്ട് കാണിക്കുന്നത് ഓക്കെ ആയിട്ട് തന്നെയാണ്. നിലവിൽ വേറെ പ്രോബ്ലം ഇല്ല. വാറണ്ടിയിലുള്ള ബാറ്ററിയാണ്, വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. എയർ ഫിൽറ്റർ നല്ല ഫിൽറ്ററാണ് കേട്ടോ, വേറെ കുഴപ്പമൊന്നുമില്ല. കമ്പനി ഫിൽറ്റർ തന്നെയാണ്. നമുക്ക് തുടച്ച് ക്ലീൻ ആക്കിയിട്ടൊന്ന് റീസെറ്റ് ചെയ്താൽ മതി. അതേപോലെ തന്നെ എൻജിൻ ഓയിൽ മാറണുണ്ട്. പിന്നെ അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. നിലവിൽ ഡിസ്ക് ബ്രേക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ലിവറേജ് ഒട്ടുമില്ല. അത് എം സിയുടെ കംപ്ലയിൻ്റ് ആണ്. ഈ ഇരിക്കുന്ന യൂണിറ്റ് ഉണ്ടല്ലോ, എം സി സബ് അസംബ്ലിയുടെയാണ് ആ പ്രോബ്ലം കാണിക്കുക. അത് നിലവിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ എം സി ഈ യൂണിറ്റായിട്ട് എം സി സബ് അസംബ്ലി ഫുൾ സെറ്റായിട്ട് നമുക്ക് മാറ്റി റീസെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമുക്കത് റിപ്പയർ ചെയ്താലും ഏകദേശം നമുക്കൊരു 700-750 നമുക്ക് അതിന് കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അന്നേരം കൊണ്ട് മാറ്റി പുതിയത് ഇടണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ ആ കൂട്ടത്തേക്കൂടെ ഫുള്ളായിട്ട് നമുക്ക് അതിൻ്റെ ഈ യൂണിറ്റ് ഫുള്ള്, അതായത് അടിയിൽ തന്നെ കാലിപ്പർ അസംബ്ലി അടക്കം ഫുള്ളായിട്ട് അഴിച്ചൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ നമുക്ക് പുതിയ ഡിസ്ക് ബ്രേക്കിൻ്റെ അതേ ഒരു പുതിയ വണ്ടി എടുത്തപ്പോൾ ഉള്ള ഡിസ്ക് ബ്രേക്കിൻ്റെ അതേ ഒരു ക്വാളിറ്റിയും ശരിക്കും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്രേക്കിങ് കിട്ടും നമുക്ക്. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യണതിന് കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ബ്രേക്ക് പാഡിൻ്റെ ഭാഗം നോക്കുമ്പോൾ പാഡ് ഏകദേശം ഒരു പകുതി വെള്ളമായിട്ടുണ്ട്. തൽക്കാലം നമുക്ക് പാഡ് ക്ലീൻ ചെയ്ത് തന്നെ നമുക്ക് ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ അതേപോലെ സ്പാർക്ക് പ്ലഗ് ആയാലും നല്ല പ്ലഗ്ഗാണ്, ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ളത്. സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുകളാണ്. അതിനകത്ത് നമുക്ക് അഡീഷണൽ വരാമെന്ന് പറഞ്ഞാൽ ഡിസ്ക് ബ്രേക്കിൻ്റെ ആ ഒരു കംപ്ലയിൻ്റാണ് മെയിനായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് നോക്കിയിട്ട് ആ രീതികളൊന്ന് ക്ലിയർ ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല, അത് കേബിളിൻ്റെയാണ്. അപ്പോൾ ആ മീറ്റർ കേബിൾ മാറ്റി കഴിഞ്ഞാൽ അത് റെഡി ആയിക്കോളും. അപ്പോൾ നമ്മൾ അത്യാവശ്യം എം സി സബ് അസംബ്ലി, ഡിസ്ക് ബ്രേക്ക് റീസെറ്റിങ്, സ്പീഡോമീറ്റർ കേബിൾ, എഞ്ചിൻ ഓയിൽ, ജനറൽ സർവീസ് ഇതെല്ലാം ഉൾപ്പെടുത്തി നമുക്ക് അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. ഏകദേശം എത്ര കോസ്റ്റ് വരും നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നോക്കിയിട്ട് വീഡിയോ കണ്ടുമ്പോൾ ഒന്ന് റിപ്ലൈ ഇടാം. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ.